കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിനായി ഇറങ്ങുമ്പോൾ മോഹൻ ബഗാനെതിരെ കൊൽക്കത്തയിൽ പോരാടാൻ ഇറങ്ങുമ്പോൾ സിറ്റുവേഷൻ ആകെ ചേഞ്ച് ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരുവിനോട് പരാജയപ്പെട്ടതോടുകൂടി ആരാധകരുടെ വലിയ രോഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റിനെതിരെയും കോച്ചിനെതിരെയും ഈവൻ താരങ്ങൾക്കെതിരെ എല്ലാം ഈ ഒരു രോഷമുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിൽ നിന്നൊരു 100% ആയുള്ള റിസൾട്ട് വരുന്നില്ല, അവർ കമ്മിറ്റ്മെന്റോടെ കളിക്കുന്നില്ല, അങ്ങനെയുള്ള പല ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. കോച്ചിന്റെ തന്ത്രങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഐലൻഡ് ഡിഫൻസും ഓൾ ഔട്ട് അറ്റാക്കും എല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും ആ ഒരു രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനി ആകെയുള്ളത് 2-3 ടീമുകൾ മാത്രമാണ് ഉള്ളത് ഇതിന് താഴെ, ബ്ലാസ്റ്റേഴ്സിന് താഴെ നിൽക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇനിയൊരു തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിന് സാധ്യമാകുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. എന്തായാലും മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഇത്രയും ലെഗസിയുള്ള എക്കാലത്തും ഇന്ത്യൻ ഫുട്ബോളിലെ വമ്പന്മാരായ ഒരു ടീമിനെയാണ് ഈ ബ്ലാസ്റ്റേഴ്സിന് നേരിടാനുള്ളത്. ഈ സീസണിലാണെങ്കിൽ അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആകെ ഒരൊറ്റ മത്സരം മാത്രമാണ് അവർ പരാജയപ്പെട്ടത്, അത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബംഗളൂരു FC-യോട്. രണ്ടുപേർക്ക് 20 പോയിന്റാണ് നിലവിൽ. അപ്പം അതുകൊണ്ട് തുല്യ ശക്തികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടീമുകൾ തമ്മിലുള്ള മത്സരത്തിലാണ് മോഹൻ ബഗാന് അടിയറവ് പറയേണ്ടി വന്നത്. ബാക്കി എല്ലാ മത്സരങ്ങളും അവർ വിജയിച്ചിട്ടുണ്ട്. ആകെ 8 ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിരിക്കുന്നത്. ഗോൾ അടിച്ചതാകട്ടെ 19. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന മോഹൻ ബഗാനെതിരെ ഇത്രയും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ബ്ലാസ്റ്റേഴ്സിന് എന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും, അതും അവരുടെ തട്ടകത്തിൽ? അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. വലിയ അത്ഭുതങ്ങളൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല, കാരണം അത്രയ്ക്കും മടുത്തിരിക്കുകയാണ് എല്ലാവരും, പ്രത്യേകിച്ച് ഡിഫൻസിൻ്റെയൊക്കെ പെർഫോമൻസ്. ഇനിയിപ്പോൾ എന്ത് അത്ഭുതമാണ് വരിക? പ്രത്യേകിച്ച് മോഹൻ ബഗാൻ എന്ന് പറഞ്ഞാൽ അത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന ടീമാണ്. അവർക്ക് 2 11 ഇറക്കാനുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ മുന്നേറ്റ നിരയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ എന്ന് പറയുന്നത് ജെമി മെക്ലാരനാണ്. മെക്ലാരൻ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ പെട്രറ്റോസിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. പിന്നെ 2 ഇന്ത്യൻ താരങ്ങൾ മൻവീർ സിംഗും ലിസ്റ്റൺ കൊലാസോയും. ഇവർ രണ്ടുപേരും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ബാക്കപ്പും വളരെ മികച്ച രീതിയിലുള്ള പ്ലെയേഴ്സ് ആണെന്നുള്ളതാണ്. ഗ്രെഗ് സ്റ്റുവർട്ടൊക്കെ പുറത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ കമ്മിങ്സ് ഉണ്ട്. അപ്പം ഇവർ മിക്കവാറും സെക്കൻഡ് ഹാഫിന് ശേഷം ഇറങ്ങുന്ന സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ റൊട്ടേഷൻ കറക്റ്റായിട്ട് നടക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയ്ക്കും വൈവിധ്യമുള്ള ഒരു നിരയാണ് മോഹൻ ബഗാൻ. പിന്നെ നമ്മുടെ ഏറെ പ്രിയങ്കരനായ സഹൽ അബ്ദുൾ സമദ് മധ്യനിരയിലെ പ്രധാന സാന്നിധ്യമായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ മറ്റൊരു മലയാളി താരമായ ആഷിഖ് കുർണിയുടെ സാന്നിധ്യവും ടീമിലുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ബാലൻസ്ഡ് ആയ ഒരു ടീമാണ് മോഹൻ ബഗാൻ. പിന്നെ അവരുടെ ഡിഫൻസിലാണെങ്കിലും മികച്ച താരങ്ങളാണ്. ആൾഡ്രഡിനെയും റോഡ്രിഗസിനെയും പോലുള്ള വിദേശ താരങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ മികച്ച ഇന്ത്യൻ ഡിഫൻഡർമാരെന്ന് വിശേഷണം അർഹിക്കുന്ന സുഭാഷിഷ് ബോസും ആശിഷ് റായും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അവരൊരു ശരിക്കും ഒരു വമ്പൻ ടീം തന്നെ എന്ന് പറയാം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ബാലി കേറ മല തന്നെയാണ് മോഹൻ ബഗാനെതിരെ അവിടെ വിജയിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് എങ്ങനെ വരും എന്നുള്ളതാണ് നമുക്ക് ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നത്. ആശങ്ക ഇപ്പം ഇല്ല, വലിയ രീതിയിലുള്ള ആശങ്കയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് കളിക്കാൻ തന്നെയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ ഇനിയിപ്പം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പം നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചതിൽ ചെറിയൊരു മാറ്റത്തിന് സാധ്യത കാണുന്നത് റൈറ്റ് ബാക്ക് ആയിട്ട് ചിലപ്പോൾ പ്രബീർ ദാസ് വരാൻ സാധ്യതയുണ്ട്. പ്രബീർ ദാസ് കൊൽക്കത്തക്കാരനാണ്. അദ്ദേഹത്തിന് ആ ഒരു ശൈലിയും അവിടുത്തെ സന്ദർഭങ്ങളൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള ഒരു പ്ലെയറാണ്. പിന്നുള്ളത് പ്രീതം കോട്ടാലാണ്. പക്ഷെ പ്രീതം കോട്ടാലിനെ ഇറക്കാൻ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും റൈറ്റ് ബാക്ക് ആയിട്ട് സന്ദീപ് സിംഗിന് പകരം പ്രബീർ ദാസ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വിപിൻ മോഹൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബംഗളൂരിനെതിരെ പരിക്കേറ്റ വിപിൻ മോഹൻ എന്തായാലും കളിക്കില്ല. അപ്പോൾ വിപിൻ മോഹന്റെ അസാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ വിപിൻ മോഹൻ ആയിരുന്നു. വിപിൻ മോഹൻ ഉണ്ടാകുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വിപിൻ മോഹൻ ഇല്ല എന്നുള്ളത് വലിയ തിരിച്ചടി തന്നെയാണ്, പ്രത്യേകിച്ച് മോഹൻ ബഗാൻ പോലുള്ള ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ. അപ്പോൾ വിപിൻ മോഹന് പകരം ഡാനിഷ് ഫാറൂഖിനെ കളിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം മറ്റു ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പല താരങ്ങളും ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിലും അവരൊക്കെ അവൈലബിൾ ആണോ എന്താണെന്നുള്ള ഒരു സിറ്റുവേഷനും അറിയില്ല. പ്രത്യേകിച്ച് ഐമനും അസറൊക്കെ ഇപ്പം എന്താണ്, അവർ തിരിച്ചു വന്ന് അവരുടെ പരിക്ക് മാറിയോ, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പം അവൈലബിൾ അല്ല. പിന്നെ പല പ്ലെയേഴ്സ് ഇതേപോലെ ബാക്കപ്പിലുണ്ട്, പക്ഷെ അവരൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. പിന്നെ ബാക്കി വരുന്നത് ഇപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ലൂണ തന്നെ ആയിരിക്കും. ലൂണയുടെ ഭാഗത്ത് നിന്ന് ഒരു വണ്ടർ പെർഫോമൻസ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മത്സരങ്ങളിലും നമ്മൾ പഴയ ഒരു ലൂണയെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്തോ അദ്ദേഹത്തിന് ആ ഒരു പഴയ ഫോമിലേക്ക് വരാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ആ പരിക്കൊക്കെ മാറിയതിനു ശേഷം ഇതുവരെ ലൂണയ്ക്ക് ആ ഒരു പഴയ വീര്യം
പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ നോഹ ഉണ്ടാവും ലെഫ്റ്റ് വിങ്ങിൽ, റൈറ്റ് വിങ്ങിൽ കോറു സിംഗ് തന്നെ കളിക്കാനാണ് സാധ്യത. പിന്നെ മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കറായിട്ട് ജീസസ് ജിംനസിനെ സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത കാണുന്നത്. പെപ്രയെ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കി ഒരു പരീക്ഷണത്തിൽ കോച്ച് മുതിരുമോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച് പെപ്ര നല്ല പ്രസിംഗിന്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന, അധ്വാനിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ജീസസ് ജിംനസിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പെപ്രയ്ക്ക് സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. മിക്കവാറും ജീസസ് ജിംനസിന്റെ ഫസ്റ്റ് ഹാഫിൽ കളിച്ച് പിന്നെ സെക്കൻഡ് ഹാഫിൽ പെപ്രയെ കൊണ്ടുവരാനുള്ള പതിവ് ശൈലി തന്നെ ആയിരിക്കും മിക്കവാറും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗോൾ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ തന്നെയാണ്. അത് വലിയ പ്രോബ്ലം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ. ഇപ്പൊ സച്ചിൻ തന്നെ കളിക്കാനാണ് മോഹൻ ബഗാനെതിരെ സാധ്യത. സോംകുമാറിനെ എന്തായാലും ഇനി ഇറക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് നോറ ഫെർണാണ്ടസ് ആണ്. പക്ഷെ എന്തുകൊണ്ടോ കോച്ചിന് നോറ ഫെർണാണ്ടസിൽ അത്ര വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നു. അതായത് ഇതുവരെ ഒന്ന് പരീക്ഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരു ഗോൾ കീപ്പറാണ്, ഐ ലീഗിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പറാണ് നോറ ഫെർണാണ്ടസ്. പക്ഷെ അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം, മോഹൻ ബഗാന്റെ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ വിശാൽ കെയ്ത്താണ്. നല്ല ഫോമിൽ കളിക്കുന്ന ഗോൾ കീപ്പറാണ്. അവസാന 3 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് നേടാൻ വിശാൽ കെയ്ത്തിന് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആകെ 8 ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിരിക്കുന്നത്. അപ്പോൾ കെയ്ത്തിന്റെ ഒരു പെർഫോമൻസും ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ്. അപ്പോൾ അതും മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ അതൊരു ഘടകമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പഴയ ആ ഒരു ഓൾ ഔട്ട് അറ്റാക്കിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തുടർന്ന ഒരു ഓൾ ഔട്ട് അറ്റാക്ക്, അതായത് ഹൈലൻഡ് ഡിഫൻസ് വെച്ചുള്ള കളിയൊക്കെ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ മോഹൻ ബഗാനെതിരെ വലിയൊരു തിരിച്ചടി തന്നെ നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും മികച്ച പ്ലെയേഴ്സാണ്, നല്ല സ്പീഡി ആയുള്ള അറ്റാക്കേഴ്സാണ്. പിന്നെ അതുകൂടാതെ തന്നെ ലോങ് ബോളുകൾ വഴി അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കുകളൊക്കെ നടത്തി ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ ബീറ്റ് ചെയ്ത് ഗോളുകൾ നേടാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. വിദേശ താരങ്ങളാണെങ്കിലും ഇന്ത്യൻ താരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം മണ്ടത്തരങ്ങളിലേക്കൊക്കെ കോച്ച് മിക്കേൽ സ്റ്റാർ വീണ്ടും പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും ഉണ്ട്. കാരണം അദ്ദേഹം ഇങ്ങനെ തുടരെ ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പം എന്തായാലും കുറച്ചും കൂടെ ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം അല്ലാതെ വെറുതെ ഒരു പരീക്ഷണം വീണ്ടും നടത്തിയത്, കാരണം ടീം മോഹൻ ബഗാനാണ്. അപ്പം ഇനിയും ഒരു തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്കായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പോവുക. അപ്പോൾ എന്തായാലും ചിലപ്പോൾ 3-5-2 എന്നുള്ളൊരു ഫോർമേഷനിലൊക്കെ ടീമിനെ ഇറക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാമെന്നുള്ളതാണ്. ഒരു നല്ലൊരു ഫൈറ്റ് അവിടെ പോയി കാഴ്ചവെക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വിജയിക്കുമോ അല്ലെങ്കിൽ സമനില നേടാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അമിതമായിട്ട് ഇനിയൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി ടീമാണ് പ്രൂവ് ചെയ്യേണ്ടത്. കാരണം അവർ തിരിച്ച് വരേണ്ടത്, അതായത് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് ഒരു തിരിച്ചുവരവ് നടത്തേണ്ടത് അവരുടെ പാർട്ടാണ്, അവരുടെ ഭാഗമാണ്. നമുക്കിത് പ്രത്യാശിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ.